Hey guys, welcome to my YouTube channel. അപ്പോൾ നമ്മുടെ റോസയോ അല്ലെങ്കിൽ മറ്റ് ഫ്ലവറിങ് പ്ലാന്റ്സോ നല്ല രീതിയിൽ തളർപ്പ് വരാനും നല്ല പൂക്കളുണ്ടാവാനും വേണ്ടിയിട്ട് ഞാനൊരു മാജിക് പറയാം. എപ്പോഴും ഈ ഫെർട്ടിലൈസർ യൂസ് ചെയ്യരുത്. കാരണം ഒരുപാടായിപ്പോയാൽ അമൃതം വിഷമെന്ന് പറയുന്ന പോലെ ഒരുപാട് വളങ്ങൾ കൂടിപ്പോയാൽ നമ്മുടെ ചെടി ഓപ്പോസിറ്റായിട്ട് പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ ഇതുപോലെ നല്ല തളർപ്പ് വരാനും നല്ല പൂക്കളുണ്ടാവാനും നല്ല മുട്ടകളുണ്ടാവാനും ഞാൻ ഇടയ്ക്കിടയ്ക്ക്, അതായത് മാസത്തിലൊരിക്കൽ കൊടുക്കുന്ന വളമാണ് പറയുന്നത്. മാത്രമല്ല, നമ്മൾ ഒരുപാട് വളങ്ങൾ ഇട്ട് കൊടുത്താൽ ഇത് ഏതാണ് നമ്മൾ ഫോളോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കൺഫ്യൂഷൻ വേണ്ട. ഏത് ഫെർട്ടിലൈസർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതിന് നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് തോന്നുന്നത് കണ്ടിന്യൂ ചെയ്യാം. റോസിന് മാത്രമല്ല പല ഫ്ലവറിങ് പ്ലാന്റ്സിനും ഇത് യൂസ് ചെയ്യാം കേട്ടോ. ബ്രൗൺ ഞാൻ ഇവിടെ ആദ്യം എടുക്കുന്നത് ജാഗരിയാണ്. ജാഗരി എന്ന് വെച്ചാൽ ശർക്കരയാണ്. ശർക്കര ഇല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ യൂസ് ചെയ്യാം. ബ്രൗൺ ഷുഗർ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാ ഷുഗർ കുറച്ച് ഫ്രൈ ചെയ്യുമ്പോൾ ചെറിയ ബ്രൗൺ കളറിലാവും. അതാണ് നമ്മുടെ ബ്രൗൺ ഷുഗർ എന്ന് പറയുന്നത്. ഇതിലേതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എടുക്കുന്നത് ആ സ്പൂണിൻ്റെ അത്ര ക്വാണ്ടിറ്റിയാണ്. ഇനി അടുത്തത് നമുക്ക് വേണ്ടെന്ന് പറയുന്നത് 1 ലിറ്റർ വെള്ളമാണ്. ഇതെന്ന് പറയുന്നത് 1 ലിറ്ററിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ 1 ലിറ്റർ വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ എല്ലാം ഒന്ന് കൂട്ടി കൊടുക്കണം. ഒന്ന് കൂടുമ്പോൾ, അതായത് 2 ലിറ്റർ ആണെങ്കിൽ 2 സ്പൂൺ ശർക്കര എടുക്കുക എന്നുള്ള അളവാണ്. അപ്പോൾ ഞാൻ ഈ ശർക്കര എന്ന് പറയുന്നത് ഈ വെള്ളത്തിലിടുന്നുണ്ട്. 1 ലിറ്റർ വെള്ളത്തിൽ ആ സ്പൂൺ ശർക്കര ഇടുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് സോഡാപ്പൊടിയാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. സോഡാപ്പൊടി എന്ന് പറയുന്ന അളവ് കൂടരുത്. കാരണം സോഡാപ്പൊടിയുടെ അളവ് കൂടിയാൽ നമ്മുടെ ചെടി നശിച്ചു പോകാനും കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് സോഡാപ്പൊടി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അല്ലാതെ കൂടുതൽ ആക്രാന്തം മൂത്തിട്ട് ഒരുപാടൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നിങ്ങൾ ഷാമ്പുവോ ഡിഷ് വാഷോ അല്ലെങ്കിൽ കാരസോപ്പോ എന്ത് വേണമെങ്കിലും ഒരു പതയുന്നൊരു സംഭവം മതി. അപ്പം ഞാൻ ഇത് യൂസ് ചെയ്യാത്ത ഷാമ്പു ആണ്. പിന്നെ ഷാമ്പു ആണ് ഇവിടെ എടുക്കുന്നത്. ഏത് വേണമെങ്കിലും എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത്ര തന്നെ അളവ്, അതായത് ശർക്കര എടുത്ത അത്ര അളവ് തന്നെയാണ് ഞാൻ ഷാമ്പു എടുക്കുന്നത്. കുറച്ചുകൂടെ പതഞ്ഞ് കിട്ടണമെങ്കിൽ അതും യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള ആ മിശ്രിതത്തിൽ ഈ ഒരു കൂട്ടും കൂടെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ വേറൊരു പാത്രം കൊണ്ട് എടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ഒരു സ്പ്രേ ബോട്ടിലാണ്. സ്പ്രേ ബോട്ടിൽ എവിടെ കിട്ടുമെന്ന് ചോദിക്കുന്നവർ ഓൺലൈനിൽ നല്ല നല്ല സ്പ്രേ ബോട്ടിലുണ്ട്. അല്ലെങ്കിൽ നമ്മൾ സാധാ വില കുറഞ്ഞ സ്പ്രേ ബോട്ടിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് ചീത്തായി പോകാനും അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കാനും ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നല്ലൊരു സ്പ്രേ ബോട്ടിൽ നിങ്ങൾക്ക് മേടിക്കാം. അപ്പോൾ സ്പ്രേ ബോട്ടിലേക്ക് ഈ ഒരു ലിക്വിഡ് ഞാൻ ഇട്ടുവാണ്. അപ്പോൾ നല്ല രീതിയിൽ പതഞ്ഞ് വരും. അപ്പോൾ ഇതാണ് മാജിക് കേട്ടോ. ഇത് നല്ല എഫക്റ്റീവാണോയെന്ന് വെച്ചാൽ എനിക്ക് എഫക്റ്റീവായിട്ടാണ് തോന്നുന്നത്. എനിക്ക് എഫക്റ്റീവായിട്ടുള്ള വളങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. എൻ്റെ റോസാപ്പൂക്കൾ ഇത്രയും നിറഞ്ഞ് നിൽക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പൊടിക്കൈ ഞാൻ യൂസ് ചെയ്യണമല്ലോ. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്താൽ നമ്മുടെ ചെടിക്ക് നല്ല രീതിയിൽ തളർപ്പ് വരാറുണ്ട്. എനിക്ക് വരാറുണ്ട്. ദാണ്ടേ ഇതൊക്കെ തളർപ്പാണ്. ചില സമയത്തൊക്കെ രോഗങ്ങൾ വരാറുണ്ട്, നോർമലാണ്. അപ്പോൾ ഇതുപോലത്തേക്കിനെ അടിച്ചു കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ തളർപ്പും മുട്ടുകളും പൂക്കളൊക്കെ വരാറുണ്ട് കേട്ടോ. ശ്രദ്ധിക്കണം, എല്ലാ ദിവസവും ഇതൊന്നും അടിച്ചു കൊടുക്കരുത്. മാസത്തിൽ 2 വട്ടമൊക്കെ അടിച്ചു കൊടുക്കാവുള്ളൂ. ഇതുപോലെ ഇലകളിലും മുട്ടുകളിലൊക്കെ നല്ല രീതിയിൽ അടിച്ചു കൊടുക്കണം. മുട്ടിൽ നല്ല രീതിയിൽ അടിച്ചു കൊടുക്കുമ്പോൾ അതിലുള്ള ഇൻസെക്ട്സ് ഒക്കെ മരിച്ചു പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ അടിച്ചു കൊടുക്കുക. നമ്മൾ ചെടി ഇതുപോലെ നല്ല തളർപ്പ് വന്നാൽ നല്ല മുട്ടുകൾ വരത്തുള്ളൂ. തളർപ്പിലാണ് ഇരിക്കുന്നത് കേട്ടോ. നമ്മുടെ തളർപ്പ് മുരടിച്ചു പോയാലും മുട്ട് മുരടിച്ചു പോകും. അപ്പോൾ നല്ല തളർപ്പ് വന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള മുട്ടുകളുണ്ടാവും. ഹെൽത്തിയുള്ള മുട്ടുകളുണ്ടാവും. ഹെൽത്തിയുള്ള പൂക്കളും നല്ല ഭംഗിയുള്ള കളറിലും ഉണ്ടാവും. But thanks for watching.